ഇന്ന് സ്മാക്ക് ഡൗൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻ കോഡി റോഡ്സ് ആണ് വന്നത്. വന്നതിന് ശേഷം കോഡി റോഡ്സ് ഫാൻസുമായി സംസാരിച്ച് ബാഷ് ഇൻ ബെർലിനിൽ കെവിൻ ഓവൻസിന്റെ കൂടെ ചെയ്ത മാച്ചിനെ പറ്റിയും അതിൽ സ്റ്റിൽ ചാമ്പ്യനായ കാര്യത്തെ പറ്റിയെല്ലാം പറയുന്നുണ്ട്. എന്നാൽ ഈ സെഗ്മെന്റിൽ മെയിനായിട്ടും ഉദ്ദേശിച്ചത് കോഡി റോഡ്സ് കെവിൻ ഓവൻസ് ഇവരുടെ മാച്ച് കഴിഞ്ഞതിന് ശേഷം ആര് ചാമ്പ്യനായാലും സോളോ സിക്കാവ ചാലഞ്ച് ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് കോഡി റോഡ്സ് ഈ സെഗ്മെന്റിൽ മെയിനായിട്ടും പറഞ്ഞത്. അവിടെ സോളോ സിക്കാവയുടെ ബ്ലഡ് ലൈൻ ടീം വരും. വന്നതിന് ശേഷം സോളോ സിക്കാവ പറയുന്നുണ്ട്, സമ്മർ സ്ലാമിൽ നമ്മൾക്ക് നടന്ന ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ ഞാൻ നിന്നെ തോൽപ്പിക്കേണ്ടതായിരുന്നു, പക്ഷേ ആ സമയത്ത് റോമൻ റെയിൻസ് വന്നതുകൊണ്ടാണ് നീ ജയിച്ചത്. ഇല്ലായിരുന്നുവെങ്കിൽ നിന്റെ ചാമ്പ്യൻഷിപ്പ് എൻ്റെ കയ്യിലായേനെ. അതുകൊണ്ട് തന്നെ എനിക്ക് റീമാച്ച് വേണം എന്നൊക്കെയാണ്. എന്നാൽ കോഡി റോഡ്സ് പറയുന്നത്, നിനക്കൊന്നും റീമാച്ച് തരാൻ സാധിക്കില്ല, അതിന് പകരം നിന്നേക്കാൾ യോഗ്യതയുള്ള ഒരു റെസ്ലർ ഉണ്ട്, അത് മറ്റാരുമല്ല ജേക്കബ് ഫാട്ടോ ആണ് എന്ന് പറഞ്ഞ് ജേക്കബ് ഫാട്ടോനെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് സ്മാക്ക് ഡൗൺ പ്രീമിയറിലേക്ക് ചാലഞ്ച് ചെയ്യും. പിന്നീട് ജേക്കബ് ഫാട്ടോ സന്തോഷിച്ച് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിങ്ങിലേക്ക് കയറുമ്പോൾ സോളോ സിക്കാവ നോക്കി പേടിപ്പിക്കും. പിന്നീട് ജേക്കബ് ഫാട്ടോ എപ്പോഴത്തെയും പോലെ സോളോ സിക്കാവയോട് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രൈബൽ ചീഫായി കാണുന്നു എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്നും പിന്മാറും. അവസാനം ഇവരെല്ലാം ചേർന്നുകൊണ്ട് കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ DIY അതുപോലെ തന്നെ സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് വന്ന് കോഡി റോഡ്സിനെ സേവ് ചെയ്യും. പിന്നീട് സ്മാക്ക് ഡൗൺ GM നിക്ക് ആൾട്ടിൻസ് എന്ന് പറയുന്നത്, ഇന്നത്തെ സ്മാക്ക് ഡൗൺ മെയിൻ ഇവന്റ് ആയിട്ട് ബ്ലഡ് ലൈൻ വേഴ്സസ് DIY സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ഇവർക്കൊരു 8-man ടാഗ് ടീം മാച്ച് നടക്കുമെന്നും നെക്സ്റ്റ് വീക്ക് സ്മാക്ക് ഡൗൺ സീസൺ പ്രീമിയറിൽ കോഡി റോഡ്സ് സോളോ സിക്കാവ ഇവർക്ക് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് മാച്ച് അതും സ്റ്റീൽ കേജ് മാച്ചായിട്ട് നെക്സ്റ്റ് വീക്ക് നടക്കും എന്നാണ് നിക്ക് ആൾട്ടിൻസ് പറഞ്ഞത്. അതോടുകൂടി ഈ സെഗ്മെന്റ് മൊത്തത്തിൽ അവസാനിച്ചു. അപ്പോൾ ഇതാണ് ഈ സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നീട് സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ ഫസ്റ്റ് നടന്ന മാച്ച് ബെയ്ലി വേഴ്സസ് സ്റ്റീഫനി സ്ട്രാറ്റൻ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ്. അപ്പോൾ ഈ മാച്ച് അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. മാച്ചിന്റെ പകുതിക്ക് വെച്ച് വുമൻസ് ചാമ്പ്യനായ നയ ജാക്സ് ഡിസ്റ്റർബ് ചെയ്യാൻ നോക്കുമ്പോൾ നയ ജാക്സിന്റെ മേലേക്ക് ഒരു സൂസൈഡ് ഡൈവ് എല്ലാം ചെയ്യും. അതിനുശേഷം ആ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് ടിഫനി സ്ട്രാറ്റൻ റോൾ പിൻ ചെയ്ത് വിൻ ചെയ്യാൻ നോക്കിയ സമയത്ത് നയ ജാക്സ് റിങ്ങിൽ കയറി റഫറിയുമായി പ്രശ്നമുണ്ടാക്കും. അതായത് നയ ജാക്സിനും ടിഫനി സ്ട്രാറ്റനും ഒരു സ്പാർക്ക് വരുന്നത് പോലെ ഈ മാച്ചിൽ കാണിച്ചിട്ടുണ്ട്. പിന്നീട് ഈ ഒരു അവസരം ഉപയോഗിച്ച് ബെയ്ലി റോസ് പ്ലാന്റ് ഫിനിഷർ ടിഫനി സ്ട്രാറ്റനെ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ബെയ്ലിയാണ് വിൻ ചെയ്തത്. അപ്പോൾ ഈ മാച്ചിൽ ശരിക്കും ടിഫനി സ്ട്രാറ്റനാണ് ജയിക്കേണ്ടത്. റോൾ പിൻ ചെയ്ത സമയത്ത് നയ ജാക്സ് കാരണമാണ് അവസരം പോയത്. അപ്പോൾ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറി ലൈനിൽ സ്പാർക്കാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിങ്ങനെ കൊണ്ടുപോയി അവസാനം ടിഫനി സ്ട്രാറ്റൻ മണി ദി ബാങ്ക് ക്യാഷ് ഇൻ ചെയ്ത് ചാമ്പ്യനാകും. പിന്നീട് ബാക്ക് സ്റ്റേജിൽ ആസ്റ്റ്യൻ തിയറി, ഗ്രേസൺ വാലർ കെവിൻ ഓവൻസിനെ കളിയാക്കി സംസാരിച്ചു. അതായത് കോഡി റോഡ്സിന്റെ കൂടെ ചാമ്പ്യൻഷിപ്പ് മാച്ച് തോറ്റതിനെ പറ്റിയെല്ലാം. അപ്പോൾ കെവിൻ ഓവൻസ് പറയുന്നുണ്ട്, എനിക്കും കോഡി റോഡ്സിനും അതിൽ യാതൊരു പ്രശ്നമില്ല, ഞങ്ങൾ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന്. അതുപോലെ തന്നെ ഇവർക്കിടയിൽ, അതായത് ആസ്റ്റ്യൻ തിയറി, ഗ്രേസൺ വാലർ ഇവർക്കിടയിൽ വരുന്ന പ്രശ്നത്തെ പറ്റി ചൂണ്ടിക്കാണിച്ചും കെവിൻ ഓവൻസ് ഇവരെ തിരിച്ചും കളിയാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കെവിൻ ഓവൻസിനോട് WWE സൈറ്റിൽ കയറി ചാമ്പ്യൻഷിപ്പ് വാങ്ങാൻ പറഞ്ഞിട്ടും ഇവർ കളിയാക്കി വിടുന്നുണ്ട്. ഈ സെഗ്മെന്റിന്റെ അവസാനം കെവിൻ ഓവൻസ് പറയുന്നത്, നിങ്ങൾ അത്രയ്ക്കും നല്ല ടീമാണെങ്കിൽ നമ്മൾക്കൊരു ട്രിപ്പിൾ ത്രെഡ് മാച്ച് വയ്ക്കാം, അത് ഇന്ന് തന്നെ നടത്താൻ ഈ ഒരു ലെവലിലൊക്കെയാണ്. അവസാനം ആസ്റ്റ്യൻ തിയറിയും ഗ്രേസൺ വാലറും ആ ഒരു ട്രിപ്പിൾ ത്രെഡ് മാച്ചിന് സമ്മതിക്കും. പിന്നീട് അവർ പറയുന്നുണ്ട്, എക്കാരണത്തെ കൊണ്ടും നമ്മുടെ ടീം പിരിയാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾക്കിടയിൽ പ്രശ്നം വരാൻ പാടില്ല ഈ ഒരു ലെവലിലെല്ലാം. അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെയെല്ലാം കാണിച്ചുകൊണ്ട് ഇവർക്കൊരു ട്രിപ്പിൾ ത്രെഡ് മാച്ചാണ് വെച്ചത്. പിന്നീട് അപ്പോളോ ക്രൂസ് വേഴ്സസ് ജിയോവാനി വിഞ്ചി ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് സ്റ്റാർട്ട് ചെയ്ത സെക്കൻഡിൽ തന്നെ അപ്പോളോ ക്രൂസ് ജിയോവാനി വിഞ്ചിയെ റോൾ പിൻ ചെയ്ത് ഈ മാച്ചിൽ അപ്പോളോ ക്രൂസ് ആണ് വിൻ ചെയ്തത്. അപ്പോൾ ജിയോവാനി വിഞ്ചിയെ പറ്റി പറയുകയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ ഒരു കോമഡി ക്യാരക്ടറായിട്ട് മുന്നോട്ട് പോകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഭാവിയിൽ നല്ല പ്ലാൻ കിട്ടിയേക്കാം. പക്ഷേ ഇന്നത്തെ ഈ മാച്ച് കണ്ടപ്പോൾ ഒരു കോമഡി ക്യാരക്ടർ പോലെ പോകുമോ എന്നുള്ള ഡൗട്ട് വന്നിട്ടുണ്ട്. എന്തായാലും നോക്കാം. സ്മാക്ക് ഡൗണിൽ നിറയെ പ്രോമോ എല്ലാം കാണിച്ചുകൊണ്ടാണ് ഈ റെസ്ലറെ കൊണ്ടുവന്നത്. എന്താണ് പ്ലാൻ എന്ന് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ ഈ മാച്ച് കൺഫേം ചെയ്ത സമയത്ത് നമ്മൾ വിചാരിച്ചത് വളരെ സിമ്പിളായി കൊണ്ട് ജിയോവാനി വിഞ്ചി ഈ മാച്ച് വിൻ ചെയ്യും എന്നാണ്. പിന്നീട് കെവിൻ ഓവൻസ്, ആസ്റ്റ്യൻ തിയറി, ഗ്രേസൺ വാലർ ഇവർക്ക് തമ്മിലുള്ള ട്രിപ്പിൾ ത്രെഡ് മാച്ച് നടന്നു. ഈ മാച്ച് നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. മാച്ചിന്റെ പകുതിക്ക് വെച്ച് കെവിൻ ഓവൻസ് ഗ്രേസൺ വാലറിനെ റിങ്ങിന് പുറത്ത് കൊണ്ടുപോയി ടേബിളിന്റെ മുകളിലേക്ക് പവർ ബൗണ്ട് ചെയ്തു. പിന്നീട് മാച്ച് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഗ്രേസൺ വാലറിനും ആസ്റ്റ്യൻ തിയറിക്കും കെവിൻ ഓവൻസിനെ പിൻ ചെയ്യുന്ന സമയത്ത് ചില പ്രശ്നങ്ങളെല്ലാം വരുന്നതായിട്ട് കാണിച്ചു, ആര് ജയിക്കും എന്ന ലെവലിലെല്ലാം.
അപ്പോൾ അങ്ങനെയെല്ലാം ഈ മാച്ച് മുന്നോട്ട് പോയാലും മാച്ചിൻ്റെ അവസാനത്തിൽ ആസ്റ്റിൻ തിയറിക്ക് സ്റ്റണ്ണർ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ കെവിൻ ഓവൻസ് ആണ് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം ആസ്റ്റിൻ തിയറി കെവിൻ ഓവൻസിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ആസ്റ്റിൻ തിയറി ആൻഡ് ഗ്രേസൺ വാലർ അവരുടെ ഫിനിഷർ കെവിൻ ഓവൻസിനെ ചെയ്ത് ഈ സെഗ്മെന്റ് ഈ മാച്ച് അവസാനിപ്പിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് വെച്ചാൽ നെക്സ്റ്റ് വീക്ക് ഒരു ടാഗ് ടീം മാച്ച് കൺഫേം ചെയ്തിട്ടുണ്ട്. അതിൽ കെവിൻ ഓവൻസിന് ഒരു മിസ്റ്ററി പാർട്ട്ണറെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ മിസ്റ്ററി പാർട്ട്ണർ മിക്കലും ജോൺ സീന ആവാനാണ് ചാൻസ് ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സീന റിട്ടേൺ ചെയ്യാൻ ചാൻസ് ഉണ്ട് ആ സ്മാക്ക് ഡൗണിൽ എന്ന് ന്യൂസ് എല്ലാം ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നീട് യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻ LA നൈറ്റിൻ്റെ സെഗ്മെന്റ് LA നൈറ്റ് വന്നതിന് ശേഷം ലൂഫി കൈസറുമായി നടന്ന ഓപ്പൺ ചാലഞ്ച് മാച്ചിൽ LA നൈറ്റ് സ്റ്റിൽ യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യനായ കാര്യത്തെ പറ്റിയെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ഈ സെഗ്മെന്റ് മുന്നോട്ട് പോകുമ്പോൾ പകുതിയോടുകൂടി കാർമെലോ ഹൈസ് അവിടെ വരുന്നതായിട്ടും വന്നതിന് ശേഷം പറയുന്നത് താൻ അൺഡ്രാഡയെ 2 പ്രാവശ്യം തോൽപ്പിച്ചു എന്നും അതുകൊണ്ട് തന്നെ തനിക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന് യോഗ്യതയുണ്ട് എന്നൊക്കെയാണ്. എന്നിട്ട് LA നൈറ്റുമായിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് വരുന്നത് പോലെ സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അതേസമയം അൺഡ്രാഡെ അവിടെ വരുന്നതായിട്ട് വന്നതിന് ശേഷം അൺഡ്രാഡെ പറയുന്നുണ്ട്, ശരിയാണ്, ഞാൻ നിന്റെ കൂടെ 2 പ്രാവശ്യം തോറ്റു, അത് ഞാൻ സമ്മതിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ നിന്നെയും 2 പ്രാവശ്യം തോൽപ്പിച്ചിട്ടുണ്ട്, അതും നീ മറക്കരുത്. എനിക്കും യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാനുള്ള യോഗ്യതയുണ്ട്, അല്ലെങ്കിൽ ആ ചാമ്പ്യൻഷിപ്പിന് വരാനുള്ള യോഗ്യതയുണ്ട് എന്നൊക്കെ അൺഡ്രാഡെ പറയും. പിന്നീട് LA നൈറ്റ് നിങ്ങളുടെ തർക്കം കാണാൻ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ അൺഡ്രാഡെ പറയുന്നുണ്ട്, ഞാൻ മുൻ യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യനൊക്കെ ആയിരുന്നു, അത് മറക്കരുത് എന്നൊക്കെ. പിന്നെ ഈ സെഗ്മെന്റ് മൊത്തത്തിൽ ഇങ്ങനെ കൊണ്ടുപോയി അൺഡ്രാഡെ കാർമെലോ ഹൈസ് ഇവർ വീണ്ടും ഫൈറ്റ് ചെയ്യുന്നതായിട്ടും അതേസമയം അൺഡ്രാഡെ നേരെ LA നൈറ്റിൻ്റെ മേലേക്ക് പോകുമ്പോൾ LA നൈറ്റ് അൺഡ്രാഡയെ BFT ഫിനിഷർ ചെയ്തുകൊണ്ട് റിങ് വിട്ട് പോകാൻ നോക്കും. എന്നാൽ അടുത്ത സെക്കൻഡിൽ ഫാൻസ് കാർമെലോ ഹൈസിനെയും അറ്റാക്ക് ചെയ്യാൻ പറയുമ്പോൾ LA നൈറ്റ് കാർമെലോ ഹൈസിനും ഒരു BFT ഫിനിഷർ കൊടുത്തുകൊണ്ട് റിങ് വിട്ട് പോകുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വീക്ക് ഇവർക്കൊരു സിംഗിൾസ് മാച്ചും കൂടി കൺഫേം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ചെൽസി ഗ്രീൻ വേഴ്സസ് മിച്ചിൻ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് നടന്നു. മാച്ച് വലിയ കുഴപ്പമില്ലാത്ത മാച്ചായിട്ടാണ് തോന്നിയത്. മാച്ചിൻ്റെ അവസാനത്തിൽ മിച്ചിൻ വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് പൈപ്പർ നിവിൻ ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ടും അതുപോലെ തന്നെ റെഫറിയുടെ ശ്രദ്ധ തെറ്റുമ്പോൾ റിംഗ് സൈഡിൽ വെച്ച് പൈപ്പർ നിവിൻ മിച്ചിനെ അറ്റാക്ക് ചെയ്യും. ശേഷം റിങ്ങിൽ കൊണ്ടുവന്ന് ചെൽസി ഗ്രീൻ ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ചെൽസി ഗ്രീനാണ് വിൻ ചെയ്തത്. പിന്നീട് സ്മാക്ക് ഡൗൺ മെയിൻ ഇവൻ്റായി നടന്നത് 8-man ടാഗ് ടീം മാച്ച് ബ്ലഡ് ലൈൻ വേഴ്സസ് സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ആൻഡ് DIY ഇവർക്കാണ് ഈ 8-man ടാഗ് ടീം മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല അടിപൊളി മാച്ചായിരുന്നു ഇത്. അപ്പോൾ ഈ മാച്ചിന്റെ അവസാനത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ പകുതിക്ക് വെച്ച് DIY ആൻഡ് സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് വിൻ ചെയ്യാൻ പോയി എങ്കിലും ജേക്കബ് ഫാട്ടു അതെല്ലാം കയറി തടഞ്ഞു. അവസാനം സോളോ സിക്കാവ മോണ്ടക്സ് ഫോർഡിന് ഡബിൾ സമോൺ സ്പൈക്ക് കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ ബ്ലഡ് ലൈൻ ടീമാണ് വിൻ ചെയ്തത്. അതിനുശേഷം ഇവരെല്ലാം സെലിബ്രേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ സ്മാക്ക് ഡൗൺ എൻഡ് കാർഡ് കാണിച്ച് അവസാനിപ്പിച്ചു. അപ്പോൾ ഇന്നത്തെ സ്മാക്ക് ഡൗൺ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഷോ ആയിട്ടാണ് തോന്നിയത്. ഒരു അടിപൊളി ഷോ അല്ലെങ്കിൽ വേറെ ലെവൽ ഷോ എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ അടുത്ത ആഴ്ച നടക്കുന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡ് വേറെ ലെവലാകും. ആ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ തീർച്ചയായിട്ടും റോമൻ റെയിൻസിൻ്റെ റിട്ടേൺ ഉണ്ടാകും. അതുപോലെ തന്നെ ജോൺ സീന, റോക്ക് ഇതുപോലെയുള്ള ആരെയെങ്കിലും സർപ്രൈസ് ആയിട്ട് നമുക്ക് അടുത്ത സ്മാക്ക് ഡൗണിൽ പ്രതീക്ഷിക്കാം. കാരണം USA നെറ്റ്വർക്കാണ് അടുത്ത സ്മാക്ക് ഡൗൺ ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ സ്മാക്ക് ഡൗണോട് കൂടി ഫോക്സ് നെറ്റ്വർക്കിൻ്റെ 5-year ഡീല് അവസാനിച്ചു. അപ്പോൾ സ്മാക്ക് ഡൗണിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.